സത്യത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വമാനവികതയുടെ പ്രാവുകൾ പറത്തി ദരിദ്രരുടെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു മഹാ ഇടയനായിരുന്നു ഫ്രാൻസിസ്. ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതം ആരംഭിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഓരോ പടവുകൾ കടന്നു പോകുന്നു. 10-12 വർഷക്കാലം വൈദികനായും മെത്രാനായും കർദിനാളായും അതിനുശേഷമാണ് അർജന്റീനയിൽ നിന്നും വത്തിക്കാനിലേക്ക് അദ്ദേഹം പാപ്പായുടെ ജീവിതത്തെ എല്ലാം ഒരു അത്ഭുതമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ്. നമുക്കറിയാം, ബെനഡിക്ട് 16 മാർപ്പാപ്പായുടെ ജ്ഞാനത്യാഗത്തിന് ശേഷം ലോകത്ത് അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത ഒരു ഇതിനാണ് പ്രതീക്ഷിതമായി പാപ്പ വന്നു വരുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രായോഗിക ദൈവശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹം പാപ്പായെ പറയാം. കാരണം വളരെയേറെ വേദന അനുഭവിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ്. ഏതാണ്ട് 199 രാജ്യങ്ങളിലായി ലോകമെമ്പാടും വസിക്കുന്ന ജനങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് പാപ്പായെ നേരിട്ട് കാണുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാത്ത ഒരു ദൂരത്ത് നിന്ന് വീക്ഷിച്ച ഒരു വിശ്വാസം. പക്ഷേ അതുപോലെ കോടാനുകോടി ജനങ്ങൾക്ക് ഒരു പ്രതിനിധിയാണ് ഞാൻ. കാരണം ദൂരെ നിന്ന് കണ്ട് പാപ്പായിലുള്ള ആ വലിയ സ്നേഹ പരിലാളനകൾ ലോകത്തിന് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പാപ്പ പുലർത്തിയിരുന്ന വ്യത്യസ്തതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രായോഗികമാണ്. ദൈവശാസ്ത്രത്തിന്റെ വ്യക്താവായി ലോകത്തൊരുപക്ഷെ ആദ്യമായി നമുക്ക് ദർശിച്ചിട്ടുള്ള ഒരു പാപ്പായാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാം, ഈ വളരെ ആപ്റ്റാണ് കേട്ടോ സാറേ, പ്രായോഗിക ദൈവശാസ്ത്രത്തിന്റെ വക്താവ്. സാർ ഉപയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരോട് മാർപ്പാപ്പയ്ക്ക് വളരെയധികം കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. സമൂഹത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരിൽ ഒരു ദൈവീക ചൈതന്യം കുടികൊള്ളുന്നു എന്ന് മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യ സേവനത്തെയൊക്കെ മാർപ്പാപ്പ വളരെയധികം ഉദാത്തവൽക്കരിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇക്കാര്യത്തിൽ സാറ് എപ്രകാരമാണ് മാർപ്പാപ്പയുടെ ഈ സാമൂഹ്യ ഇടപെടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വായിക്കുന്നത്? നമുക്ക് ഈ സാമൂഹ്യ ഇടപെടലിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായി നമുക്ക് 2020 എല്ലാ ലോകമെമ്പാടും 199 രാജ്യങ്ങളും അവനവന്റെ വീടുകളില് ബന്ധിക്കപ്പെട്ട് കഴിയുന്ന കാലഘട്ടം. ഫ്രാൻസിസ് പാപ്പ അന്ന് എല്ലാ പ്രാവശ്യവും കടന്നു വരുന്നത് പോലെ 2020 പാപ്പായുടെ ആ പൊതുദർശനം വരുന്ന വേളയിൽ അവിടെയൊന്നും ഒരാളുമില്ല. എല്ലാ പെസഹ വ്യാഴാഴ്ചയും ഉയർപ്പ് ദിവസവും എല്ലാ വർഷവും മാർപ്പാപ്പ പൊതുദർശനം കൊടുക്കുന്ന ആ വേദിയിൽ മാർപ്പാപ്പ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. ഏതാണ്ട് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ദർശനം നിമിഷത്തെ ആരോരുമില്ലാത്ത ഒരു വലിയ ഒരു പ്രദേശത്ത് സ്വന്തമായി നിന്ന് ലോകത്തിന്റെ ദുഃഖങ്ങളെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി. അത്രമാത്രം വേദന അനുഭവിക്കുന്ന ലോകമെമ്പാടും അധികാരത്തിന് പ്രസക്തിയില്ല, പണത്തിന് പ്രാധാന്യമില്ല, വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യമില്ലാതെ മരണത്തോടും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം ജനങ്ങൾ ഈ ലോകത്തുനിന്ന് വേർന്നു. ആ സമയത്താണ് പാപ്പ എല്ലാ വർഷവും ചെയ്യുന്നതും ആ കോവിഡ് കാലഘട്ടത്തില് ആ സ്ക്വയറിൽ നിന്നുകൊണ്ട് പൊതുജനത്തെ കാണാനുള്ള രീതിയിൽ പൊതുജനത്തെ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നിമിഷം ഹൃദയസ്പർശിയായി എന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുപരിയായി എനിക്ക് തോന്നിയ മറ്റൊന്ന്, പൊതുജനങ്ങളെ അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ആ കോവിഡ് കാലഘട്ടത്തെക്കുറിച്ച് സാറി പറഞ്ഞ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്.
ജനത്തോടൊപ്പമാകാൻ എപ്പോഴും മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു. ജനക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഈ 38 ദിവസം മരണത്തോട് മല്ലടിച്ച് ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് നിന്ന പാപ്പ നമ്മൾ കാണുന്നത് ഒരു വലിയ അത്ഭുത പ്രതിഭാസമായിട്ടാണ്. പെസഹ ദിവസം ആരാലും ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ജനം, സബ് ജയിലിൽ താമസിക്കുന്നവർ, എല്ലാവരും വെറുക്കുന്നവർ, അവരെ ആർക്കും കുടുംബക്കാർക്കും വേണ്ട, ലോകത്ത് ശിക്ഷിക്കപ്പെട്ട സബ് ജയിലിൽ കിടക്കുക, അവരെ സന്ദർശിക്കാൻ ഈ അനാരോഗ്യത്തിലും മറ്റൊന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം പോലും ഇല്ലാത്ത സമയത്ത് ആ മനുഷ്യ സ്നേഹത്തിന്റെ ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു വലിയ പ്രതിപുരുഷനായിട്ട് നമ്മൾ കാണുക. അവരോടൊപ്പം നിന്ന് അവരുടെ കാലുകൾ കഴുകി അവരെ ആർക്കും വേണ്ടാത്തവരാണ്. ലോകം വെറുക്കപ്പെട്ടിരിക്കുന്നു, കുറ്റവാളിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. ആ ഒരു സമൂഹത്തോടു കൂടിച്ചേരുക എന്ന് പറയുന്നത് എല്ലാവരും വാചകത്തിലും സംഭാഷണത്തിലും ഒക്കെ ധാരാളം പറയും. പക്ഷേ ആ സമൂഹത്തോടൊപ്പമാണ് ആ സമയത്ത് അവർ നിന്നിരുന്നത്. സാറ് പറഞ്ഞതുപോലെ മനുഷ്യ സ്നേഹത്തിന്റെ ആൾരൂപം അല്ലേ? പെസഹ വ്യാഴാഴ്ച പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കുന്ന പോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ ആൾരൂപമായി മാറാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ സാറേ? തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് മതമോ വർഗമോ വർണ്ണമോ യാതൊരു വ്യത്യാസവും ഇല്ല. 59 രാജ്യങ്ങൾ ആണെന്ന് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ സന്ദർശിച്ചു. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നമ്മൾ ഒത്തിരിയേറെ പ്രതീക്ഷിച്ചു. 2017 ബംഗ്ലാദേശിൽ പാപ്പ എത്തുമ്പോ നമ്മൾ ആഗ്രഹിച്ചു നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമെന്ന്. അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ കൊണ്ട് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ബംഗ്ലാദേശിലെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും വ്യത്യസ്തമായി കണ്ടിരുന്നില്ല. ക്രിസ്തുവിന്റെ ദർശനം, നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ആപ്തവാക്യം ജീവിതത്തിൽ പ്രായോഗികമാക്കി ജനങ്ങൾക്ക് കാണിച്ചു തന്ന പാപ്പയെ ഏത് മേഖലയിലാണ് നമുക്ക് സാറ് പറയുന്ന ആരെയും വ്യത്യസ്തരായി കാണാതെ ഒരു സ്നേഹത്തിൻ്റെ ആൾരൂപമായിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കാൻ പാപ്പായ്ക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് സാറ് പറയുന്നത്. സാറ് ഗുഡ്നസ് ന്യൂസിലേക്ക് വന്നതിനും മാർപ്പാപ്പയുമായിട്ടുള്ള ഈ ചിന്തകൾ പങ്കുവച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.